ഹായ് ഓൾ, എല്ലാവരും നന്നായിട്ട് കാറ്റ് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. 2024 ക്വാണ്ട് സ്ലോട്ട് 2 ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റും ലോസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാം പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിസിൽ മാത്രമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങി അത് നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിയ പ്രൈസിനേക്കാൾ കുറഞ്ഞ പൈസക്കാണ് അത് വിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും നമുക്കത് ലോസ് ആയിരുന്നു എന്ന് പറയും. അപ്പം അതേതാണ് നമ്മൾ നമ്മളെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് കുറഞ്ഞ പൈസക്കാണ് നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്താണെന്ന് പറയുക അത് ലോസ് ആയിരുന്നു എന്ന് പറയാം. അതേസമയം നമ്മൾ വാങ്ങിയ പൈസേനേക്കാൾ കൂടുതൽ പൈസക്ക് നമ്മൾ ഒരു വസ്തു നമ്മൾ വിൽക്കുന്നുണ്ടെങ്കിൽ വി വിൽ സേ ദാറ്റ് വി ഹാവ് ഗോട്ട് സം പ്രോഫിറ്റ് അല്ലേ. സോ എല്ലാ പ്രോഫിറ്റും ലോസും നമ്മൾ പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ആ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ബീന ഇൻകേഴ്സ് 19% ലോസ് when she sells a product at rupees 4,860 to Shyam, who in turn sells this product to Hari. If Bina would have sold this product to Shyam at the purchase price of Hari, she would have obtained 17% profit. Then the profit in rupees made by Shyam is. Okay, so ഇവിടെ മൂന്ന് ക്യാരക്ടേഴ്സ് ആണുള്ളത് അല്ലേ. ബിന, ശ്യാം, ഹരി. Okay, so Bina sells the product to Shyam and Shyam sells the product to Hari. This is the case. അപ്പോൾ ഇതിൽ കുറച്ച് ഹിൻസും കാര്യങ്ങളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത് ശ്യാമിനുണ്ടായ പ്രോഫിറ്റ് ആണ്. ഓക്കെ, സോ ബിന എന്താ ചെയ്യുന്നത്, ശ്യാമിന് ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാണ്. കറക്റ്റ്. ശ്യാം എന്ത് ചെയ്യുന്നു, ഇത് ഹരിക്ക് വിൽക്കുന്നുണ്ട്. യെസ്, സോ ബിന ശ്യാമിന് വിൽക്കുമ്പോൾ 19% ലോസ് ആണ്. കറക്റ്റ്, 19% ലോസ് ആണ്. ആൻഡ് ഇത് ശ്യാം എത്ര പൈസക്കാണ് വാങ്ങിയത്? ശ്യാമ വാങ്ങിയത് 4,860ക്കാണ്. ദാറ്റ് മീൻസ് 4,860 എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ. ബിനയുടെ സെല്ലിംഗ് പ്രൈസ്, ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്ത പ്രൈസ് ശ്യാമിന് 4,860. ഓക്കെ, പിന്നെ ഒരു ഡാറ്റയും കൂടി തന്നിട്ടുള്ളത് 17% പ്രോഫിറ്റിൻ്റെ ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ഡാറ്റാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്ന ഡാറ്റയിൽ നിന്ന് തന്നെ തുടങ്ങാം. 19% ലോസ്. എന്താണ് 19% ലോസ് എന്ന് പറയുന്നത്? സപ്പോസ് ബിനയുടെ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വെച്ചു. സോ അതിൽ 19% ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാ? 19% ലോസ് എത്രയായിരിക്കും? 19 റുപ്പീസ്. 100 റുപ്പീസ് 19 റുപ്പീസ് ലോസ് ആയിരിക്കും അല്ലേ. യെസ്, അപ്പോൾ ബാക്കിയുള്ള റുപ്പീസ് 81 ഈ ഒരു പൈസക്കായിരിക്കും സെല് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ്. യെസ്, ഇൻ ദ സെയിം സെൻസ്, ആ ഒരു സെയിം കോൺസെപ്റ്റ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ 19% ലോസ് ആണെങ്കിൽ 81% വെച്ചിട്ടായിരിക്കും ശ്യാമിന് ബിന ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടാവുക. കറക്റ്റ്. ഇവിടെ എന്തായാലും 100 അല്ല കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം, കാരണം 81 അല്ല സെല്ലിംഗ് പ്രൈസ്. ഇവിടെ 4,860 ആണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, സോ ഈ 4,860 ആണ് 100 ആയിരുന്നെങ്കിൽ 81 ആവേണ്ടത് അല്ലേ. കറക്റ്റ്. സോ 4,860 സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 81% ഓഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് ബിന ആണ്. കറക്റ്റ്. സോ അപ്പോൾ അത് എത്രയാണ് വരിക? 81/100 into cost price is equal to 4,860. So cost price is equal to 4,860 into 100 divided by 81.
നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് ഇത് ദിസ് ഇസ് 6 multiplied by 6 ആണ്. സോ 81 multiplied by 6 ആണ് 4860. സോ 6000 rupees ആണ് ഫൈനലി കോസ്റ്റ് പ്രൈസ് ഓഫ് ബിന എന്ന് പറയുന്നത്. ഓക്കെ, ബിനയുടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി. പിന്നെ പറയുന്നത് ബിന വുഡ് ഹാവ് സോൾഡ് ദിസ് പ്രൊഡക്റ്റ് ടു ശ്യാം അറ്റ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് ഹരി. If Bina would have sold this product to Shyam at the purchase price of Hari, she would have obtained 17% profit. So ബിനയുടെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 6000. ഓക്കെ, അപ്പോൾ ആ 6000 വെച്ചിട്ട് ഹരിക്ക് കുറച്ചധികം പൈസയും കൂടി എന്താണ് ഇത് പ്രോഫിറ്റ് ആണല്ലോ. ഓക്കെ, 6000 വെച്ചിട്ട് ശ്യാം ഹരിക്ക് വിറ്റ ആ ഒരു പൈസക്കാണ് ഈ ബിന ശ്യാമിന് വിറ്റിരുന്നെങ്കിൽ 17% അവിടെ പ്രോഫിറ്റ് ഉണ്ടായത്. ഓക്കെ, സോ അവിടെ ഇൻഡയറക്ട്ലി പർച്ചേസ് പ്രൈസ് ഓഫ് ഹരി കണ്ടുപിടിക്കാനുള്ള ഒരു ഹിന്റ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കപ്പോൾ പർച്ചേസ് പ്രൈസ് ഓഫ് ഹരി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. 6000 ആണ് ആരുടെ കോസ്റ്റ് പ്രൈസ്? ബിനയുടെ. സോ അതിന് 17% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം ആ ഒരു പർച്ചേസ് പ്രൈസ് ഓഫ് ഹരിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 6000 17% എത്രയാണ്? 1020. ഓക്കെ, സോ 1020 ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഉണ്ടാവേണ്ടിയിരുന്നത്. ഓക്കെ, സോ പർച്ചേസ് പ്രൈസ് ഓഫ് ഹരി അപ്പോൾ എത്രയാണ്? 6000 കോസ്റ്റ് പ്രൈസ് ഓഫ് ബിനയും മീൻസ് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ബിനയുടെ കേസ് വെച്ചിട്ട് പറയാം. സോ 6000 പ്ലസ് ഈ 1020 പ്രോഫിറ്റ് കൂടി കിട്ടിയേനെ. ഓക്കെ, സോ ടോട്ടൽ എത്ര പൈസക്കാണ് വിൽക്കേണ്ടത്? അതായത് പർച്ചേസ് പ്രൈസ് ഓഫ് ഹരി എത്രയാണ്? 7020 rupees ആണ് പർച്ചേസ് പ്രൈസ് ഓഫ് ഹരി എന്ന് പറയുന്നത്. നമുക്ക് പർച്ചേസ് പ്രൈസ് ഓഫ് ഹരി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ശ്യാമിൻ്റെ പ്രോഫിറ്റ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അല്ലേ? കാരണം എന്താണ്? ശ്യാമിന് എങ്ങനെയാണ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുക? ശ്യാം ആർക്കാണ് വിറ്റത്? ഹരിക്കാണ് വിറ്റത്. സോ ഹരിക്ക് വിറ്റത് ഏത് പൈസക്കാണ്? സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 7020 ആണ് അല്ലേ? ഓക്കെ, സോ സെല്ലിംഗ് പ്രൈസ് നിന്ന് ശ്യാം ബിനയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പ്രൈസ് എത്രയാണ്? അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് ശ്യാം എത്രയാണ്? 4860 അല്ലേ? സോ ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് ശ്യാമിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എത്രയാണ് അപ്പോൾ വരിക? 2160 rupees ആണ് ശ്യാമിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ആൻസർ 2160. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.